ഹേ ഗൈസ്, നമുക്ക് നേരമില്ലാത്ത നേരത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് പോകാം ഗൈസ്. സമയമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ ഓഫ് വൈറ്റും ബ്ലാക്കും പ്രിൻ്റുള്ളൊരു ഫുൾ സ്ലീവ് ടോപ്പും ഈ ബ്ലാക്ക് പാൻറ്റുമാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇട്ടിട്ട് വന്നതിന് ശേഷം എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഗൈസ്, ഇത് മാറ്റണോ എന്ന്. അങ്ങനെ അധികം നേരം എനിക്ക് സമയം കൊടുത്തില്ല. നേരെ തന്നെ ഞാൻ സ്കിൻ കെയറിലേക്ക് പോയി. പിന്നെ ആ ഡ്രസ്സ് ഇടുന്നതിന് മുന്നേ തന്നെ മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സൺസ്ക്രീനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഡോക്ടർ ഷത്തിൻ്റെ സെറാമൈഡ് വിറ്റമിൻ സി ആണ് ഈ സൺസ്ക്രീൻ വരുന്നത്. 2 ഫിംഗർ തിയറിയൊക്കെ അപ്ലൈ ചെയ്ത് വല്ല കാര്യത്തെ ഞാൻ പൂശി കൊടുക്കുന്നുണ്ട്. കാരണം നല്ല പൊരിവെയിലത്താണ് പോകുന്നത്. എന്താണെന്നറിയില്ല, 2 ദിവസം നല്ല മഴയായിരുന്നു. ഇനി ഞങ്ങൾ പുറത്ത് പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്, ഒടുക്കത്തെ വെയിലാണ്. അതിനുശേഷം എൻ്റെ മുഖത്തെ കുണ്ടിതം മാറ്റാനും വേണ്ടി ഞാൻ ലിപ്സ്റ്റിക് ഇടാമെന്ന് വിചാരിച്ചു. 2 ഷെയ്ഡ് മിക്സ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ലവ് ചൈൽഡിൻ്റെ ഹുക്കും എന്ന് പറയുന്നത് ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ NYBയുടെ ഈ ലിപ്സ്റ്റിക് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം 2ഉം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറുണ്ട്, അത് നൈസാണ്, അത് കൊള്ളാം. അങ്ങനെയാണ് ഞാനിത് പരീക്ഷിക്കുന്നത്. 2ഉം ഇട്ട് കൊടുത്തതിന് ശേഷം ചുണ്ട് നല്ല രീതിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് കളർ കിട്ടുന്നത്. പിന്നെ ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുത്തു ഗൈസ്. എൻ്റെ മാസിൻ്റെ ഐബ്രോ പെൻസിൽ ഉപയോഗിച്ച് ഫിൽ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വരച്ചും കൊടുത്തു. ഈ ടൈമിലൊക്കെ എന്നോട് പോകാം എന്ന് പറഞ്ഞു ബാക്കിൽ നിന്നും വിളിക്കുന്നുണ്ട്. ഞാനത് മൈൻഡ് ചെയ്യാത്ത പോലെ നിങ്ങളുടെ ഫ്രണ്ടിൽ അഭിനയിക്കുകയാണ്. പിന്നീട് ഞാൻ പ്ലമ്മിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത്. പ്ലമ്മിൻ്റെ കാജലാണ് ഗൈസ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ കാജൽ എഴുതി കഴിഞ്ഞാൽ കണ്ണ് വൃത്തിയാകുമെന്നുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് എങ്ങനെയൊക്കെയോ കണ്ണ് അവിടെ ഇവിടെയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. താഴെ എഴുതിയത് എനിക്ക് പോരാഞ്ഞിട്ട് ഒന്ന് ശരിയായിക്കോട്ടെ എന്ന് വിചാരിച്ച് മുകളിലും എഴുതി കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ ഇങ്ങനെയാണ് ഗൈസ് എഴുതുന്നത്, അല്ലാതെ എനിക്ക് എഴുതാൻ പേടിയാണ്. അങ്ങനെ ഇതൊക്കെ ഏകദേശം കഴിഞ്ഞതോടുകൂടി മുടിയിലേക്ക് കിടക്കുകയാണ്. ഈ മുടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് 2ാമത്തെ വിളിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരെയും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു, ഒന്നും ചെയ്തില്ല. മുടി വാരി പിടിച്ച് ആ കയ്യിലിരിക്കുന്ന ഹെയർ ബാൻഡ് എടുത്ത് ഇവിടുന്ന് ഒരു ഓട്ടമായിരുന്നു ഗൈസ്. പിന്നീട് ബസ് സ്റ്റോപ്പിലാണ് നിന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളെ എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെയാണ് ഇതായിരുന്നു ഗൈസിൻ്റെ ഫുൾ ലുക്ക്. അപ്പോൾ പോയിട്ട് വരാം, ബൈ.